ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാടൻ റൂട്ട്സ് USA. ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി കൃഷിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വീടിൻ്റെ പുറകിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് ചെയ്യുന്നതാണ്. കടയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സീസണലായിട്ടാണ് പച്ചക്കറി വരുള്ളൂ. എല്ലാ സമയത്തും എല്ലാ പച്ചക്കറിയും ലഭ്യമല്ല. അതുകൊണ്ട് യൂഷ്വലി ഇവിടെയുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം പച്ചക്കറി നട്ട് ഉണ്ടാവുന്നത് വീട്ടിൽ ഉപയോഗിക്കും. ബാക്കിയുള്ളത് അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കും. എന്നിട്ടത് വിൻ്ററിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ പാവലാണ്. പാവയ്ക്ക് ഓൾമോസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1-2 ബാക്കിയുള്ളൂ. പടവലങ്ങയുടെയും ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതാണ്. ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. ഇനി മുരിങ്ങയുടെ മാത്രം ഹാർവെസ്റ്റാണ് എടുക്കാനുള്ളൂ. അതിൻ്റെ മുരിങ്ങയൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ. വിൻ്റർ ആവാറായതുകൊണ്ട് ഈ പ്രാവശ്യം ഹാർവെസ്റ്റ് കഴിയുമ്പോൾ തന്നെ മുരിങ്ങ പ്രൂൺ ചെയ്ത് അതിൻ്റെ ഇലകളും എല്ലാം എടുത്ത് അതും വെച്ച് കറി ഉണ്ടാക്കും. അതിനുശേഷം അത് എടുത്ത് നമ്മൾ ഗാരേജിൽ വയ്ക്കും. മോസ്റ്റ്ലി പിടിച്ചു വരാൻ പാടുള്ള ചെടികളാണ് നമ്മൾ ഗാരേജിൽ വയ്ക്കുന്നത്. മുരിങ്ങ, കറിവേപ്പിലയൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങനെ വയ്ക്കുന്നത്. ഇത് ഈ പ്രാവശ്യം ഇവിടെ നട്ട ഇഞ്ചിയാണ്. ഈ വർഷമാണ് ഇത് പിടിച്ചു വന്നത് നന്നായിട്ട്. ഗ്രീൻ ഹൗസ് മേടിച്ച് ട്രയൽ നോക്കിയ ഒരു പ്ലാന്റാണ് ഈ മുളക്. അച്ചിങ്ങ വിൻ്റർ സീസൺ കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം നട്ടതാണ്. അതിൽ നിന്ന് ഒത്തിരി വിളവെടുപ്പുണ്ടായി. പക്ഷേ ഒരു ഫംഗസ് വന്ന് അത് നശിച്ചുപോയി. പിന്നീട് നട്ടതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഈയിടയ്ക്ക് നട്ട മഞ്ഞളാണ്. ഇത് കുറച്ച് നാളായിട്ട് നമുക്കുള്ള മുളകാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ വളർന്ന കറിവേപ്പിലയാണ്. കടയിൽ നിന്ന് മേടിച്ചതാണ് നമ്മളിത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നന്നാക്കി എടുത്തതാണ്. ഇതാണ് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അച്ചിങ്ങയുടെ ചെടിയാണ്. നമ്മൾ നട്ടതല്ല, നമ്മൾ നടാനായിട്ട് കൊണ്ടുപോയ ഒരു അച്ചിങ്ങയുടെ പയർ നിലത്ത് വീണ് അതിൽ നിന്ന് വളർന്നു വന്നതാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെയുള്ള റോസസാണ്. ഇപ്പോൾ ഫ്ലവേഴ്സൊന്നുമില്ല, പക്ഷേ സ്പ്രിങ്ങിലുണ്ടായ ഫ്ലവേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന റോസസാണ്. ഈ റെഡ് കളർ സ്പെസിഫിക്കലി വിൻ്ററിലും അതവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ വളർന്നു വരും. ഈ നിൽക്കുന്ന എല്ലാ റോസസും വിൻ്ററിൽ ഉണങ്ങിയിട്ട് പിന്നെ വളർന്നു വരുന്ന ടൈപ്പ് റോസസാണ്. ചിലത് ഹൈബ്രിഡും ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ യെല്ലോ കളർ റോസസ് നല്ലതായിട്ട് പടരുന്നതാണ്. ഈ കാണിക്കുന്ന ഫോട്ടോസിലെല്ലാം കാണാം സ്പ്രിങ്ങിൽ എല്ലാ റോസസും വരുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ഈ കറിവേപ്പില നമ്മൾ ആദ്യം മേടിച്ചതാണ്. നന്നായിട്ട് വളർന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്തോ ഫംഗസ് വന്നു. ഇപ്പോൾ കാണിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ മുരിങ്ങക്ക. ഇതിലും ഒത്തിരി മുരിങ്ങയുണ്ട്. ഇതിൽ കുറച്ചും കൂടെ നീട്ടം കൂടിയ മുരിങ്ങയാണ്. ഇപ്പം നേരത്തെ കാണിച്ച മുരിങ്ങയിലും നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടാമത് നട്ട അച്ചിങ്ങയാണ്. ആദ്യം നട്ട അച്ചിങ്ങ ഫംഗസ് വന്ന് പോയി. രണ്ടാമത് നട്ട അച്ചിങ്ങയിലും ഇതുപോലെ ഫംഗസ് വരുന്നുണ്ട്. അത് ബേസിക്കലി നമ്മൾ സോപ്പും കുറച്ച് ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിച്ചത് കൺട്രോൾ ചെയ്യുകയാണിപ്പോൾ. ഈ പ്രാവശ്യം രണ്ടാമത് നട്ടയിൽ വിളവെടുപ്പ് കുറവാണ് കമ്പാരിറ്റീവ്ലി ഫംഗസ് ഉള്ളതുകൊണ്ട്. ആദ്യം നട്ടയിൽ അത്യാവശ്യം വിളവെടുപ്പ് കിട്ടിയായിരുന്നു. 2 കളർ അച്ചിങ്ങയാണുള്ളത്. ഗ്രീൻ കളറും വരുന്നുണ്ട്, ഒരു പർപ്പിൾ കളറായിട്ടുള്ള അച്ചിങ്ങയും വരുന്നുണ്ട്. അതിൽ പർപ്പിൾ കളർ അച്ചിങ്ങയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് വളരുന്നത്. ഇവിടെ യൂഷ്വലി പോളിനേഷൻ നടത്തുന്നത് ഹണി ബീസ് കൂടാണ്ട് ബംബിൾ ബീസും ഉണ്ട്, അതുപോലെ വാസ്പും ഉണ്ട്. അതുകൂടാണ്ട് ചെറിയ പ്രാണികളും ഉണ്ട്. ഈ ഫ്ലൈസ് ഒന്നും നമ്മളെ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അധികം അതിൻ്റെ അടുത്തേക്ക് പോകാതിരുന്നാൽ അത് തിരിച്ചും അടുത്തേക്ക് വരില്ല. ആ രീതിയിലാണ് ഫ്ലൈസ് നടക്കുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഇപ്പോൾ ഈ കാണിക്കുന്ന എക്യുപ്മെൻറ്റ് വെച്ചാണ് നമ്മൾ പ്ലാന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ കാണിക്കുന്നത് ഗ്രീൻ കളർ അച്ചിങ്ങയാണ്. നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത് കൂടുതലും പർപ്പിൾ കളർ അച്ചിങ്ങയാണ്. ഗ്രീൻ കളർ അച്ചിങ്ങയിൽ അങ്ങനെ ഫംഗസ് വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ അത്യാവശ്യം അച്ചിങ്ങ വളരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഫംഗസ് കൂടുതലായിട്ട് ഇലയിലും ചെടിയുടെ സ്റ്റെമ്മിലും ഒക്കെയാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോപ്പ് വാട്ടറിൻ്റെ അകത്ത് നീം ഓയിൽ മിക്സ് ചെയ്താണ് അടിക്കുന്നത്. അപ്പോഴേക്കും അത് ഓർഗാനിക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇതുവരെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയ സൊല്യൂഷൻസിൽ ഏറ്റവും എഫക്റ്റീവായത് അതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഫംഗസ് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ സ്പ്രെഡ് ഒത്തിരി കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ വീട്ടുകളിൽ ഏത് സൊല്യൂഷനാണോ ഉപയോഗിക്കുന്നത് അത് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്കതും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അച്ചിങ്ങ നട്ടിരിക്കുന്നത് റേസ്ഡ് ബെഡിലാണ്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചൊരു റേസ്ഡ് ബെഡിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് റേസ്ഡ് ബെഡ് സോയിൽ നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിച്ചായിരുന്നു. അതും ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോട്ടിംഗ് സോയിലും ഇട്ടു. രണ്ടും ഒരു 75-25 റെസ്പെക്റ്റീവ്ലി ആ രീതിയിലിട്ടാണ് സോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ വിത്ത് നടുകയാണ് ചെയ്തത്. സമ്മറിൽ നല്ല ഹീറ്റായിരിക്കും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എവറി അതർ ഡേ എങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 2 ദിവസം കഴിഞ്ഞാൽ ഏകദേശം വാടിയിരിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അച്ചിങ്ങ കൂടാണ്ട് നമ്മൾ ഇവിടെ പാവയ്ക്ക നട്ടിട്ടുണ്ട്. അതിൻ്റെ ഷോട്ട് നേരത്തെ കാണിച്ചത് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ രാത്രി സമയങ്ങളിൽ നല്ലതായിട്ട് കുറഞ്ഞു വന്നു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ തണുപ്പ് വരുന്നതിന് മുന്നേ ആദ്യമുള്ള ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ചൂടും രാത്രി ഭയങ്കര തണുപ്പും. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ തന്നെ ചെടികൾ പതുക്കെ ഉണങ്ങി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചെടികളെല്ലാം ഉണങ്ങിയതിന് ശേഷം തണുപ്പത്ത് നടാവുന്ന ചെടികൾ ചിലർ നടുന്നുണ്ട് ഇവിടെ. എളുപ്പത്തിൽ വളരാത്ത ചെടികളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൂൺ ചെയ്ത് ഗാരേജിൽ വെച്ച് അതിന് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കും. പ്ലാന്റ്സ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ള പടവലങ്ങ പറിക്കാൻ പോവാം. അത് ഇച്ചിരി കൂടെ ദൂരത്താണ് നിർത്തിയിരിക്കുന്നത്, ഫെൻസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എളുപ്പത്തിൽ പടർന്ന് കയറാനായിട്ട്. ചില പടവലങ്ങയൊക്കെ അങ്ങ് പഴുത്തു പോയി, ചിലത് നന്നായിട്ട് മൂത്തു ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഇതെല്ലാം പറിക്കുകയാണ്. പടവലങ്ങ നമ്മൾ പടർത്തിയിരിക്കുന്നത് ഒരു ഗ്രീൻ ഹൗസിൻ്റെ സ്ട്രക്ചറിലാണ്. പണ്ട് മേടിച്ചൊരു ഗ്രീൻ ഹൗസാണ്, പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കവർ എടുത്ത് മാറ്റി ആ സ്ട്രക്ചറിൽ നമ്മൾ പടവലങ്ങ പടർത്തിയിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ ബൈസ്.